അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്തുള്ള സെൻറ് മേരീസ് LP സ്കൂൾ വെളയാങ്കോട് എന്ന സ്കൂളിൻ്റെ മുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളോ വലിയ പ്രാഭവമുള്ള പ്രസിദ്ധമായ ഒരു സ്ഥാപനമല്ല. കർഷകരും കർഷക തൊഴിലാളികളും സാധാ ജനങ്ങളും പാർക്കുന്ന ഗ്രാമത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഉർസ്ലൈൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു LP സ്കൂളാണിത്. പ്രത്യേകമായി ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അധ്യാപകത്തെക്കുറിച്ചും കാരുണ്യ പ്രവർത്തികളെക്കുറിച്ചൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സെൻറ് മേരീസ് LP സ്കൂൾ വെളയാങ്കോട് എന്ന് പറഞ്ഞ ഈ സാധാരണ എയ്ഡഡ് സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ ചിന്തകൾ പങ്കുവെച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഇതാണ് എൻ്റെ സ്കൂൾ. പ്ലീസ് കം. ഗുഡ് മോർണിംഗ്, സിഡാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല കുട്ടികളാകാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ നന്മകൾ പിൽക്കാലത്ത് നന്മയുള്ളവരാക്കി നിങ്ങളെ മാറ്റും.
എല്ലാവരും പുസ്തകം എടുത്തേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ, സീ യു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷപൂർവ്വം നിങ്ങളെല്ലാവരെയും ഞാൻ മദർ ഹോം ധ്യാന കേന്ദ്രം അവതരിപ്പിക്കുന്ന ഈ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞും ഈ ശുശ്രൂഷ അനവരതം മുടങ്ങാതെ ചെയ്യുവാൻ കൃപയും ശക്തിയും ജ്ഞാനവും നൽകുന്ന തമ്പുരാനോട് നന്ദിയോടെ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവൃത്തികളിലേക്ക് ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിൽ കാരുണ്യ പ്രവൃത്തികളിലെ ആധ്യാത്മിക മേഖലകളെ സൂചിപ്പിക്കുന്ന 7 ശുശ്രൂഷകളിലെ ഏറ്റവും ഒന്നാമതായി കടന്നു വരുന്ന അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നു എന്ന ദൗത്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ദൗത്യം തന്നെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. സുവിശേഷം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു എത്രയോ നല്ലൊരു അധ്യാപകനായിരുന്നുവെന്ന്. ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ചുമൊക്കെ കൂടുതൽ വ്യക്തമായ പാഠങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാനാണ് യേശു ഭൂമിയിൽ അവതരിച്ചു തന്നെ. തൻ്റെ പ്രസംഗങ്ങളിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും യേശു ദൈവം സ്നേഹമാണെന്നും എല്ലാവരെയും രക്ഷിക്കുന്ന പിതാവാണെന്നും ഒരാളും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെ ഏറ്റവും വ്യക്തമായി പഠിപ്പിക്കുകയായിരുന്നു. സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അറിയാം യേശു എങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്. ഒരു സാധാരണ LP സ്കൂളിലെ അധ്യാപികയെ പോലെ കഥകൾ പറഞ്ഞു കൊടുത്തു, ഉപമകൾ പറഞ്ഞു കൊടുത്തു, ചില സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, ചില യാഥാർത്ഥ്യങ്ങളെ അവർക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുത്ത് ഈശോ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം ഈശോ സ്വർഗരാജ്യം ദൈവരാജ്യം എന്നതിനെക്കുറിച്ചുള്ള വലിയ ദൈവശാസ്ത്ര സങ്കല്പം ഒരു കടുകുമണിയുടെ കഥ പറഞ്ഞു കൊടുത്താ വ്യാഖ്യാനിച്ചത്. നടുമ്പോൾ ചെറുതായിരിക്കുന്ന കടുകുമണി നട്ട് കഴിഞ്ഞ് വലുതാകുമ്പോൾ വിശാലമാകുന്നത് പോലെ ദൈവരാജ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്ന് കഥ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും എത്ര ഭാവനാസമ്പന്നനായ ഒരു അധ്യാപകനാണ് യേശു ക്രിസ്തു എന്നും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പോലും നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത എത്ര അന്യാദൃശ്യമായ കഥകളിലൂടെയാ ഉപമകളിലൂടെയാ യേശു പഠിപ്പിച്ചത്. എന്നും മനുഷ്യകുലത്തെ കാത്തിരിക്കുന്ന ഒരിക്കലും കുറ്റപ്പെടുത്താത്ത ഒരു പിതാവാണ് ദൈവമെന്നും ഒരിക്കലും ശപിക്കാത്ത തള്ളിക്കളയാത്ത ഒരു വലിയ ഹൃദയത്തിന് ഉടമയാണ് ദൈവമെന്നും ഒക്കെ പഠിപ്പിക്കാൻ ധൂർത്തപുത്രൻ്റെ കഥ യേശു പറഞ്ഞു. നമുക്കറിയാം എത്രയോ ശ്രേഷ്ഠമായൊരു കഥയാണിത്. യേശു പഠിപ്പിക്കുകയായിരുന്നു, തൻ്റെ മുമ്പിൽ വന്ന ആളുകളെ പഠിപ്പിക്കുകയായിരുന്നു. അതുവരെയുള്ള യഹൂദ സങ്കല്പത്തിൻ്റെ ക്രൂരനായ ശിക്ഷിക്കുന്ന പലപ്പോഴൊക്കെ ശത്രു സംഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ പൊളിച്ചെഴുതി എന്നും കരുണയും സ്നേഹവുമുള്ള ദൈവമാണെന്നൊക്കെ പഠിപ്പിച്ച ആ ധൂർത്തപുത്രൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോഴൊക്കെ ആ യേശു എന്ന് പറയുന്ന അധ്യാപകനെ നമ്മുടെ മനസ്സിൽ വലിയ ശ്രേഷ്ഠതയോടെ നമ്മൾ ആദരിക്കും. മാത്രമല്ല ചില കാര്യങ്ങൾ ഈശോ പഠിപ്പിച്ചത് ചില സംഭവങ്ങളിലൂടെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന് 35 മുതൽ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശു കടലിന് മറുകരയ്ക്ക് ശിഷ്യന്മാരെ കൊണ്ടുവന്ന രംഗം. അന്ന് സായാഹ്നമായപ്പോൾ യേശു അവരോട് പറഞ്ഞു നമുക്ക് മറുകരയ്ക്ക് പോകാം. ശിഷ്യന്മാർ പറഞ്ഞതല്ല, ഈശോ പറഞ്ഞതാ.
ശിഷ്യന്മാര് മടിയാ പറഞ്ഞത്, ഈശോയെ മടുത്തു, തളർന്നു, ക്ഷീണിച്ചു, ഇവിടെ എങ്ങാനും ഇരുന്നാ മതി, ഇവിടെ എങ്ങാനും ഒന്ന് വിശ്രമിച്ചാൽ മതി. അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്താൽ പകല് ഈ വെയിൽ മുഴുവൻ കൊണ്ടു നടന്ന് പിന്നെ അപ്പമൊക്കെ ശേഖരിച്ചതിന്റെ ഭാരവും ക്ഷീണവും തളർച്ചയും കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവരോട് മറുകരയ്ക്ക് പോകാൻ പറഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെ അവർ മറുകരയ്ക്ക് പോയി. പക്ഷെ എന്താ സംഭവിച്ചത്? ആ കടലിന്റെ നടുക്ക് വെച്ച് കൊടുങ്കാറ്റുണ്ടായി, വലിയ തിരമാലകൾ വന്നു, അപകടം മുന്നിൽ വന്നു. ഇവരാകെ പേടിച്ച് കാറി. വളരെയേറെ വിഷമിച്ചപ്പോൾ യേശു എന്താ ചെയ്തു വെച്ചത്? യേശു അവിടെ എഴുന്നേറ്റ് നിന്ന് തിരമാലകളെ ശാസിച്ചു, കൊടുങ്കാറ്റിനെ ശാസിച്ചു, എല്ലാം ശാന്തമായി. ഈ നേരത്ത് ശിഷ്യര് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയാ, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവർ, ഈ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇത്രമാത്രം അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും യേശു എന്തിനാ ഇവരെ മനഃപൂർവ്വം കടലിന് മറുകര കൊണ്ടുപോയത്? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ, കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും അപകട ഭീഷണിയും ഒക്കെ എല്ലാം യേശു തമ്പുരാൻ അറിയാമായിരുന്നു. എന്നിട്ട് ഇവരെ കൊണ്ടുപോയത് എന്തിനാ? ഇവരൊരു പ്രത്യേക പാഠം പഠിപ്പിക്കണം. കടലിന്റെ നടുക്ക് കൊണ്ടുപോയി തിരമാലകളെ ശാന്തമാക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക, യേശു ദൈവമാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇവര് കണ്ടിരിക്കുന്ന യേശു രോഗശാന്തി കൊടുക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, സൗഖ്യപ്പെടുത്തുന്നവൻ. ഇതിനപ്പുറത്ത് പ്രപഞ്ചത്തിന്റെ ശക്തികളെ മുഴുവൻ നിയന്ത്രിക്കാനാവുന്ന അത്ഭുതകരമായ സർഗശക്തിയുള്ള ദൈവത്തിന്റെ അവതാരം തന്നെയാണ് യേശു എന്ന് മനസ്സിലാക്കാൻ ഈ പ്രായോഗിക അനുഭവം വേണം. ഇന്ന് സ്കൂളിലൊക്കെ DPP എന്ന് പറയുന്നത് പോലെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിനേക്കാളും ചെയ്ത് പഠിപ്പിക്കുന്ന, കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്ന നല്ലൊരു അധ്യാപകനാണ് യേശു ക്രിസ്തു. അതോടൊപ്പം തന്നെ യേശു പിന്നെയും പഠിപ്പിച്ചു, പ്രത്യേകമായി സ്വന്തം പെരുമാറ്റ ശൈലിയിലൂടെ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, ഇടപെടേണ്ടത്, തൻ്റെ പിന്നാലെ വരുന്നവർക്ക് ഏത് ശൈലിയാ ഉണ്ടാകേണ്ടതെന്ന് ഏറ്റവും വ്യക്തമായി യേശു പഠിപ്പിച്ചത് സ്വന്തം പ്രവർത്തന ശൈലിയിലൂടെയാണ്. പകലിൻ്റെ അധ്വാനവും പകലിൻ്റെ പ്രസംഗ പരിപാടിക്ക് ശേഷം യേശു ശാന്തമായി നിശബ്ദതകളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ പഠിച്ചൊരു പാഠമുണ്ട്. തങ്ങളുടെ എല്ലാ ബാഹ്യ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് നിശബ്ദതയ്ക്കും ശാന്തതയ്ക്കും അർത്ഥമുണ്ടെന്നും പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടെന്നും അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സാകാത്ത പാഠം യേശു ജീവിതത്തെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പഠിച്ചു. അതായത് യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു. കഥകളിലൂടെ, ഉപമകളിലൂടെ, അനുദിന സംഭവങ്ങളിലൂടെ, സ്വന്തം ജീവിത സാക്ഷ്യങ്ങളിലൂടെ. പ്രിയപ്പെട്ടവരെ, ഈ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് നമ്മളും ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മളെല്ലാവരും പഠിപ്പിക്കേണ്ടവരാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എല്ലാവരെയും നയിക്കുന്ന അധ്യാപകരാകുവാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ യോഗ്യതയോ ഒരു TTCയോ B.Edോ MPhilോ നെറ്റോ അല്ലെങ്കിൽ UGCയോ PhDയോ ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാവരെയും പഠിപ്പിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരു കൊച്ചു ഉപമകളിലൂടെ ആയിരിക്കാം, ഒരു കൊച്ചു സന്ദേശത്തിലൂടെ ആയിരിക്കാം. അറിവിൻ്റെ പുതിയ മേഖലകളിലേക്ക് എല്ലാവരെയും നയിക്കുവാനുള്ളൊരു ദൗത്യം ഏതൊരു ക്രിസ്തീയ മകനും മകളുമുണ്ട്. ഈ ദൗത്യത്തിലാണ് മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും അധ്യാപകരും അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ മുഴുകിയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകളെ ഏറ്റവും നല്ല വഴിക്ക് നയിക്കുവാനുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഏവർക്ക് ദൗത്യമുണ്ട്. അത് ഞാൻ ഒരു വ്യക്തി കൊടുക്കുന്ന കുഞ്ഞുപദേശമായിരിക്കാം അവനെ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ കുറേ കുട്ടികളെ ഇരുത്തി ഒന്നിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരിക്കാം തൻ്റെ ദൗത്യം ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പള്ളി പ്രസംഗത്തിലൂടെ ജനത്തെ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു ഇടവികാരിയായിരിക്കാം. അല്ലെങ്കിൽ താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഒരു രോഗിയുടെ അടുത്തിരുന്ന് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു നേഴ്സായിരിക്കാം പഠിപ്പിക്കുന്നത്. അതായത് തൻ്റെ പ്രവർത്തന മേഖലകളിൽ ആർക്കും ആരെയും പഠിപ്പിക്കണം. എല്ലായ്പ്പോഴും സ്കൂളിൻ്റെ പശ്ചാത്തലവും ഒരു ബ്ലാക്ക് ബോർഡിൻ്റെ പശ്ചാത്തലവും ഉപകരണങ്ങളുടെ അകമ്പടിയൊന്നും വേണമെന്നില്ല. നമ്മുടെ വാക്കുകളിലൂടെയും കഥകളിലൂടെയൊക്കെ എല്ലാവരെയും പഠിപ്പിക്കാനുള്ള ഒരു പ്രായോഗിക ദൗത്യമാണ് ഈ കാരുണ്യ പ്രവർത്തികളിലൂടെ നമ്മൾക്ക് ദൈവം പറഞ്ഞു തരുന്നത്. ഈ ഒരു പ്രേക്ഷിത ദൗത്യം, ഈ ഒരു കാരുണ്യത്തിന്റെ ദൗത്യം എല്ലാവരും ഏറ്റെടുക്കണം. അറിവിലൂടെ മാത്രമേ അന്ധകാരം മാറുകയുള്ളൂ. ഗുരു എന്ന് പറയുന്നവൻ അന്ധകാരം മാറ്റുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ ഗുരുവായിത്തീരുന്നത്. പ്രകാശം ഉദിക്കുന്നത് പോലെ അന്ധകാരത്തെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഏതൊരു വ്യക്തിയും ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. അല്ലാതെ കുറേയും കൂടെ ഇരുട്ട് സമൂഹത്തിലാക്കി കൊടുത്തുകൊണ്ടല്ല.
അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉള്ള ദൗത്യമാണ് അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ ദൗത്യത്തിൽ പ്രത്യേകമായി പങ്കുപറ്റുന്നവരാണ് അധ്യാപകർ. സ്കൂള്, അധ്യാപകര്, സംവിധാനങ്ങളൊക്കെ ഈ പഠിപ്പിക്കുന്ന അധ്യാപന ദൗത്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി പങ്കുപറ്റുക. നമ്മൾ ക്രിസ്തീയ മക്കളുടെ, ക്രിസ്തീയ സഭയുടെ ഒരു വലിയ പ്രേക്ഷിത മുഖമാണിത്. നമുക്കറിയാം, കേരളത്തിന് പുറത്ത് ഇന്ത്യ എന്ന വിശാല രാജ്യത്ത് വെറും 3% മാത്രമുള്ള ക്രിസ്തീയ സമൂഹം നടത്തുന്ന ഏറ്റവും വലിയ പ്രേക്ഷിത ശുശ്രൂഷ എന്താണ്? നമ്മൾ സ്കൂളുകളിലൂടെ പഠിപ്പിക്കുന്നു, സ്കൂളുകളിലൂടെ വിദ്യ പങ്കുവെച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ക്രിസ്തീയ മക്കൾ തീരെ ഇല്ലാത്ത പ്രദേശത്ത്, 1% പോലും ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ സ്കൂൾ നടത്തുന്നത്. ഈയിടെ ഞാൻ കേരളത്തിന് പുറത്തോ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരൊറ്റ ക്രിസ്തീയ മകനും ഇല്ലാത്ത സ്ഥലത്തും നല്ല സ്കൂൾ നടത്തുകയാണ്. അവിടെ മറ്റു മതസ്ഥരായ ആളുകളാണ് സ്കൂളിൽ വരുന്നത്. പക്ഷേ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒരു വലിയ ബോധ്യമൊക്കെ കിട്ടുന്നു. അതുകൊണ്ട് നമ്മുടെ വലിയൊരു പ്രേക്ഷിത ദൗത്യം തന്നെയാണ് സ്കൂള്. ആ സ്കൂൾ നടത്തുന്ന കഷ്ടപ്പെടുന്ന അധ്യാപകരെയും അതിൻ്റെ അധികാരികളെയൊക്കെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസം കൊണ്ടേ സമൂഹം വളരുകയുള്ളൂ. അറിവ് കിട്ടിയാലേ ഓരോ വ്യക്തിക്കും വികസനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് കേരള സഭയിലെ ഏറ്റവും ശക്തമായി സ്വപ്നം കണ്ട വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഒരു കാലത്ത് എല്ലാ പള്ളികളോട് ചേർന്ന് സ്കൂൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് പള്ളിക്കൂടങ്ങളെന്നാണ്. പള്ളിയുടെ കൂടെയുള്ള സ്ഥാപനങ്ങളാ പള്ളിക്കൂടങ്ങൾ. അതായത് ആരാധിക്കാനും പ്രാർത്ഥിക്കുന്നതും മാത്രമല്ല, അറിവ് കൊടുക്കുന്ന ദൗത്യവും കൂടെയുണ്ട്. ഈ പള്ളിക്കൂടങ്ങളിലൂടെയാണ് നമ്മൾ കേരളത്തിന് നവോത്ഥാനം ഉണ്ടാക്കി കൊടുത്തത്. ഇന്ന് പലരുമൊക്കെ ക്രൈസ്തവ സ്കൂളുകളെയും സ്ഥാപനങ്ങളെയും കുറ്റപ്പെടുന്നുണ്ടാകും. പക്ഷെ പ്രിയപ്പെട്ടവരെ ഓർക്കണം, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ 20-ാം നൂറ്റാണ്ടിലൊക്കെയായി നമ്മുടെ മിഷണറിമാർ തുടങ്ങി വെച്ച സ്കൂളുകളിലൂടെയാണ് കേരളത്തിൽ എല്ലാവരും വിദ്യാഭ്യാസത്തേക്ക് എത്തിയത്. താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യ നിഷേധിച്ചിരുന്ന കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ സവർണര് മാത്രം വേദം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏത് താഴ്ന്ന ജാതിക്കാരനും വിദ്യ നേടണമെന്ന് വെച്ച് നമ്മുടെ മിഷണറി അച്ഛന്മാരും സിസ്റ്റേഴ്സും നടത്തിയ സ്കൂളുകളിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ അനേക ആളുകൾ പഠിച്ചു കയറി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ രാഷ്ട്രപിതാവായ അബ്ദുൽ കലാം പറഞ്ഞു വെക്കും, അദ്ദേഹം ഒരു ക്രിസ്തീയ സ്കൂളിൽ പഠിച്ചതിനെ കുറിച്ച്, ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ വിദ്യ നേടിയതിനെ കുറിച്ച്, ക്രിസ്തീയ കോളേജിൽ പഠിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കും. ആ സ്കൂള്, ആ കോളേജുകളാണ് എൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുത്തതെന്നൊക്കെ. അതായത് പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനമാണ് സഭ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും ആ ദൗത്യം നമ്മളിന്ന് ഏറ്റവും ഭംഗിയായി കൊണ്ടുനടക്കേണ്ടവരും കൂടിയാണ്. സ്കൂളുകൾ നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ വളരെയേറെ കഠിനകരമായ ദൗത്യമാണ്. പക്ഷെ എങ്കിൽ പോലും നടത്തണം. നമുക്കറിയാം, ഇന്ന് സ്കൂളുകളെ കുറിച്ച് ഒരുപാട് തർക്കങ്ങളും ഒരുപാട് അസ്വസ്ഥതകളും ഉണ്ട്. ഇന്ന് എല്ലാവരും മേഖലയിൽ കടന്നു വന്നപ്പോൾ ഇതൊരു ബിസിനസ് പോലെയും ലാഭം കൊയ്യുന്ന മേഖല പോലെയും ആയി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പക്ഷെ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തെ ജീവനിലേക്കും പ്രകാശത്തിലേക്കും കൊണ്ടുവന്ന വിദ്യാഭ്യാസം തുടങ്ങി വെച്ച നമ്മുടെ അഭിമന്യമായ മിഷണറിമാരെ ഏറ്റവും ആദരവോടെ നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കും, ഇന്ന് മലബാറിന്റെ സമൂഹം ഇത്രമാത്രമൊക്കെ വളർന്നെങ്കിലും ആദ്യകാല കുടിയേറ്റ കർഷകര് അവരെന്നും സ്കൂളിന് വേണ്ടി ആഗ്രഹിച്ചു. ഒരു 75 വർഷങ്ങൾക്ക് മുമ്പ് വെറും കാട് പിടിച്ചു കിടന്ന മലബാറിലേക്ക് വന്ന കുടിയേറ്റക്കാരൻ ഏറ്റവും ആരംഭഘട്ടങ്ങളിൽ ഒരു ഷെഡൊക്കെ ഉണ്ടാക്കി പള്ളികൾ വെച്ച് കഴിയുന്നതിന് മുന്നേ ചിന്തിച്ചു, നമുക്ക് സ്കൂൾ വേണം. അന്ന് ഈ മലബാറിലെ സഭയെ നയിച്ച അഭിമന്യ വള്ളോപ്പള്ളി പിതാവിനെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ പള്ളികളോട് ചേർന്നും LP സ്കൂളും UP സ്കൂളും ഒക്കെ ഉണ്ടായി. ഹൈസ്കൂളുകൾ ഉണ്ടാക്കാൻ വേണ്ട സ്ഥലങ്ങളിൽ ഹൈസ്കൂൾ ഉണ്ടായി. അദ്ദേഹം പഠിപ്പിക്കായിരുന്നു, വിദ്യാഭ്യാസം വേണം, വിദ്യയുടെ വളരുള്ളൂ. അങ്ങനെ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് മലബാറിൽ നിന്ന് ധാരാളം കുഞ്ഞുങ്ങള് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ജോലി എത്തുന്നത്. ചിലപ്പോഴൊക്കെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങേ അറ്റത്തെ ന്യൂസിലൻഡ് മുതൽ ഇങ്ങനെ കാനഡ വരെ പോകുന്ന നിമിഷങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ മലബാറിലെ കുഞ്ഞുങ്ങളെ കാണും, ഇവിടുത്തെ നേഴ്സുമാരെ കാണും, എഞ്ചിനീയേഴ്സിനെ കാണും. അവരൊക്കെ പറയും, അച്ഛാ അന്ന് സ്കൂളിൽ പഠിക്കാൻ സാധിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ആരും ഇത്ര വികസിക്കില്ലാനും. 8-10 കിലോമീറ്ററൊക്കെ നടന്ന് ആർക്ക് സ്കൂളിൽ പോകാൻ പറ്റും? ആ കാലഘട്ടങ്ങളിൽ പള്ളിക്ക് അടുത്ത സ്കൂളുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം കിട്ടും. അതുകൊണ്ട് ആ വിദ്യാഭ്യാസമാണ്
അവിടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളൊരു വലിയ പ്രേക്ഷക ദൗത്യം ചെയ്തു വെക്കുകയാണ്. ഇന്ന് പണക്കാർക്ക് മാത്രമായോ ഉന്നതർക്ക് മാത്രമായിട്ടല്ല, എല്ലാ ആളുകൾക്കും വിദ്യ എത്തിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയിലെ ഏറ്റവും സുന്ദരമായും ശ്രേഷ്ഠമായും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഞാൻ പ്രത്യേകമായി ഈ ദൗത്യത്തിൽ പങ്കുപറ്റുന്ന അധ്യാപകരോട് ആവശ്യപ്പെടും, നിങ്ങൾ ചെയ്യുന്നത് വലിയ വിലപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ അധ്വാനത്തിന് ആനുപാതികമായ ഒരു ശമ്പളമോ ഒരു അംഗീകാരമോ കിട്ടണം നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ ഒരു LP സ്കൂളിലൊക്കെ പഠിപ്പിച്ച കാര്യമായി ശമ്പളം കിട്ടുന്നില്ല. പക്ഷെ ഓർക്കണം, കുഞ്ഞുങ്ങളുടെ പ്രാഥമിക ഘട്ടങ്ങളിൽ തന്നെ വിദ്യ കൊടുക്കുക നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായൊരു തുറവിയിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ദൗത്യത്തോട് വളരെയേറെ ആത്മാർത്ഥ പുലർത്തണം എന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം? നിങ്ങളത് ഒരുങ്ങണം. നല്ല സാരോപദേശ കഥകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് കണക്കും സയൻസും മാത്രമല്ല ജീവിതത്തിൻ്റെ മൂല്യബോധങ്ങൾ പറഞ്ഞു വെച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ നിന്നും നിങ്ങൾ അവർക്ക് ജ്ഞാനത്തിൻ്റെ പുതിയ കവാടങ്ങൾ തുറന്നു കൊടുക്കണം. കണക്കും സയൻസും സാമൂഹ്യ പാഠവും ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം നമുക്ക് പഠിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക ചിന്തകളും അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു വെച്ചു കൊടുക്കണം. അവരെ വളർത്തിയെടുക്കേണ്ടത് തന്നെയാണ്. ഈ കളികളും സ്കൂളിലെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ്. അത് ക്രാഫ്റ്റ് ആകാം, ഡ്രില്ലാകാം, അത് യുവജനോത്സവമാകാം, സ്പോർട്സ് മീറ്റ് ആകാം. ഇതിലൂടെയൊക്കെ ഒരു പരിശീലനവും അറിവിൻ്റെ തുറവി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും അധ്യാപകർ പറഞ്ഞു വെക്കും, നിങ്ങളുടെ ഈ ദൗത്യത്തിൽ പൂർണ്ണമായി നിങ്ങൾ പങ്കുചേരണം. നിങ്ങൾ ദൈവതുല്യമായ ഒരു ജോലിയാണ് ചെയ്തു വെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ആദരവോടെ കുഞ്ഞുങ്ങൾ കാണുന്നത് അധ്യാപകരെയാണ്. ആ ബഹുമാനം നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അധ്യാപകർ ആ ബഹുമാനത്തിന് അർഹമായ രീതിയിൽ തങ്ങളുടെ ദൗത്യം ചെയ്തു വെക്കണം എന്നും കൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഈ നിമിഷം നിൽക്കുമ്പോൾ ഒരുപാട് നല്ല അധ്യാപകരെയും അധ്യാപികമാരെയും ഓർക്കും. പ്രത്യേകിച്ച് അധ്യാപകർ എന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളാണ്, അധ്യാപികമാരാണ് വളരെ സുത്യർഹമായി ഈ ദൗത്യത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇന്ന് ഗ്രാമങ്ങളിലും തികച്ചും അവികസിതമായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി ടീച്ചർമാരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വ്യക്തിപരമായ പരിശീലനവും ഉയർച്ചയും അവരുടെ ജീവിതത്തെ ഒരുപാട് വഴി നടത്തി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ടീച്ചർമാരെ, വനിതാ അധ്യാപകമാരെ വളരെ ആദരപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കാരണം ഒരമ്മയുടെ മനസ്സോടെ ഈ കുഞ്ഞുങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തങ്ങളുടെ ദൗത്യത്തോട് 100% ആത്മാർത്ഥത പുലർത്തണം എന്ന ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ പ്രായോഗിക വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, ഞാൻ മറ്റുള്ളവരെ പ്രകാശത്തേക്ക് നയിക്കണം. പ്രത്യേകിച്ച് ഇടവകയിലൊക്കെ ജോലി ചെയ്യുന്ന അച്ഛന്മാര്, സിസ്റ്റേഴ്സൊക്കെ ഓർക്കണം, തങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മളെല്ലാവരെയും പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ വിദ്യ ഇല്ലാത്തവരെയും പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ദളിത് ക്രൈസ്തവരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ജ്ഞാനവും അറിവും പറഞ്ഞു കൊടുത്ത് വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവന്ന തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ വിശുദ്ധനെയും നമ്മൾ ഈ നിമിഷം ഓർമ്മിക്കണം. ചിലപ്പോൾ സമൂഹത്തിന്റെ പുറംപോക്കിന് അപ്പുറം നിൽക്കുന്ന ആദിവാസികളെയും ഹരിജനങ്ങളെയും ഒക്കെയും ഈ വിദ്യയുടെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ദൗത്യം എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിലും ചുറ്റുവട്ടങ്ങളിലും ഒക്കെയായി എല്ലാവർക്കും ഈ അറിവിൻ്റെ പുതിയ മേഖലകൾ തുറന്നു കൊടുക്കണം. പ്രത്യേകിച്ച് എൻ്റെ ഇടവകയിൽ അച്ഛന്മാർ പറഞ്ഞു പോക്കും, നിങ്ങളുടെ ഞായറാഴ്ച പ്രസംഗങ്ങളിലൂടെയൊക്കെ നിങ്ങൾ ജനത്തെ പഠിപ്പിക്കണം. അത് നല്ല ധാർമ്മിക മൂല്യങ്ങളും ധാർമ്മിക ചിന്തകളുമായി ആളുകളെ പഠിപ്പിക്കാനുള്ള അവസരമാണ് ഞായറാഴ്ച കിട്ടുന്ന 10-20 മിനിറ്റ്. അത് വെറും പിരിവിനെക്കുറിച്ചോ കെട്ടിടപണിയെക്കുറിച്ചോ മാത്രം പറഞ്ഞു ഒതുക്കാതെ ദൈവവചനം പഠിപ്പിച്ച് മനസ്സ് ഉണർവ് കൊടുക്കാനുള്ള നിമിഷങ്ങളായി ഇടവക വൈദികരും അതെടുക്കണമെന്നും കൂടെ ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയും ഓർക്കണം, ഈ വിദ്യ പറഞ്ഞു കൊടുക്കുന്ന കാരുണ്യ പ്രവർത്തനത്തിൽ ഞാൻ പങ്കുവറ്റുമ്പോൾ ഞാൻ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് ചേരുക. യേശു ചെയ്തു വെച്ച ദൗത്യമാണ് ഞാൻ ചെയ്തു വെക്കുന്നത്. ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യുവനെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ ചെയ്ത എല്ലാ ദൗത്യങ്ങളിലും നമ്മളും പങ്കുപറ്റാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ഓർക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ സമൂഹത്തിൽ മറ്റ് മതസ്ഥരാകാം, മറ്റുള്ള ഏത് വ്യക്തികളാകാം, അവരോടൊക്കെ ജ്ഞാനവും ദൈവിക ഭക്തിയും ഒക്കെ പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നോക്കണം, വ്യക്തിപരമായ സ്വാർത്ഥതയോ
വ്യക്തിപരമായ ധനസമ്പാദനവും മാത്രമല്ല ലക്ഷ്യം. അതിനേക്കാൾ അപ്പുറത്ത് ഈ ലോകത്തിൻ്റെ നന്മയും ഈ സമൂഹത്തിൻ്റെ വികസനവും ഒക്കെ നമ്മൾ സ്വപ്നം കാണും. അതിനേക്കാൾ ഉപരിയായി ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സ്വപ്നം കാണും. ഈശോ പഠിപ്പിച്ച വചനം ഓർമ്മിക്കുകയാണ് ഞാൻ അവസാനമായി. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. നമ്മുടെ സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സകല ശുശ്രൂഷകളുടെയും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയാണ് എന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാരുണ്യ പ്രവർത്തനത്തിൽ പ്രത്യേകമായി എല്ലാവർക്കും അറിവ് പറഞ്ഞു കൊടുക്കുന്ന കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുപറ്റുവാൻ, ആ ദൗത്യം അനുദിന ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഏറ്റെടുക്കുവാൻ മുഴുവൻ ആളുകളെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ അതിന് അവർക്ക് ശക്തി കിട്ടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയുമാണ്. നല്ല തമ്പുരാനെ, ഏറ്റവും നല്ല അധ്യാപകനായി ജീവിച്ച് കടന്നുപോയ യേശു ക്രിസ്തുവേ, നിന്റെ ദൗത്യത്തിൽ പങ്കുപറ്റുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അധ്യാപകരെയും ആ ശുശ്രൂഷ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും അധ്യാപകരെയും ഞങ്ങളുടെ കോളേജുകളെയും സ്ഥാപനങ്ങളെയും എല്ലാം അങ്ങയുടെ വലിയ തൃക്കരത്താൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭാരതത്തിൽ വിദ്യാലയങ്ങളിലൂടെ ഒരു പ്രേക്ഷിത ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന മുഴുവൻ സമർപ്പിതരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും എല്ലാം പരിഹരിച്ച് ഈ അധ്യാപന ദൗത്യത്തിൽ ഏറ്റവും ശക്തമായി നിന്റെ ജോലി ചെയ്യുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.